പ്രസിഡന്റ് മാത്രമാണ് വാഹനത്തിന് ഉള്ളിലേക്ക് കയറ്റുവാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നത്. അവർ ഒരു കാരണവശാലും കയറാൻ തയ്യാറാകുന്നില്ല. ബലം പ്രയോഗിച്ച് തന്നെയാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നത്. തൊട്ടിപ്പുറത്ത്, അതായത് ഈ സമരം എത്തിയ സംഗീത കോളേജിന് മുന്നിൽ ശിശുക്ഷേമ സമിതി ഓഫീസിന്റെ ഇടതുഭാഗത്തായിട്ട് ഇപ്പോഴും പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ ഈ പരിക്കേറ്റ പ്രവർത്തകയുമായി ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്, ബാരിക്കേഡ് വെച്ച് തടയുന്നത്. അതിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിൽ ഒരു പ്രവർത്തകയ്ക്ക് കാലിനും കൈക്കും മുറിവേറ്റിട്ടുണ്ട്. രക്തം വരുന്നുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ പറയുന്നത് സമാധാനപരമായിട്ടാണ് സമരവുമായി നമ്മൾ എത്തിയത്, പക്ഷേ ഒരു പ്രകോപനവുമില്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവരുടെ അടുത്തേക്ക് ജലപീരങ്കിയിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായി ഇതിൽ പ്രതിഷേധിക്കുന്നു എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങാൻ വേണ്ടി തയ്യാറാകുന്നത്. എന്തായാലും ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു എന്തും തള്ളം പോലീസുമായി നടക്കുന്നുണ്ട്. വനിതാ പോലീസ് ഈ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഭരണസമിതി പിരിച്ചുവിടണം, ശിശുക്ഷേമ സമിതി ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേരത്തെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ അവരെ പ്രതിഷേധവുമായി തുടർന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. റിനു, പ്രവർത്തകരെ എല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? തീർച്ചയായും. അതായത് വലിയ പ്രതിഷേധം എന്ന് തന്നെ പറയാം. ഈ ശിശുക്ഷേമ സമിതി ഭരണസമിതി പിരിച്ചുവിടുക, അരുൺ ഗോപി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ മാറ്റുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. കാരണം വർഷങ്ങളായി ഇതിനകത്ത് ഈ കുട്ടികൾക്കെതിരെ പീഡനമുറകൾ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണത് പുറത്തു വന്നതാണെന്ന് ഇവർ ആരോപിക്കുന്നത്. ഇവർ വലിയ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളുമായാണ് ഇവിടെ എത്തിയത്. എന്തായാലും വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിഞ്ഞു. അവർ ആളുകളുടെ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. പോലീസിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് തന്നെ. കാരണം മണിക്കൂറുകൾ, ഏകദേശം 1 മണിയോളമായി ഇവർ ഈ ബാരിക്കേഡുകൾ കെട്ടി ഇവിടെ ഈ സമരത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ ചെറുക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അപ്പുറത്തേക്ക് കടന്നെത്തിയ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ബാരിക്കേഡിൻ്റെ ഭാഗത്തായിട്ട് വീണ്ടും പ്രതിഷേധക്കാർ നിലയുറപ്പിക്കുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മറ്റു പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളുമായി ഈ ബാരിക്കേഡിൻ്റെ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2 വശവും മതിലാണ്. ഈ റോഡിൻ്റെ ഈ മതിലുകളെല്ലാം തന്നെ കടന്ന് ഈ ബാരിക്കേഡ് മറികടന്നാണ് ഈ വനിതാ പ്രവർത്തകർ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ ശിശുക്ഷേമ സമിതി ഓഫീസിൻ്റെ മുന്നിലേക്ക് എത്തിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ പോലീസുകാരുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു ഇവരെ ചെറുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൻ്റെ മുന്നിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസാണ് ഇവരെ തടയുകയും തുടർന്ന് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, ഇപ്പോൾ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി തുടർന്നു. ശിശുക്ഷേമ സമിതി ഭരണസമിതി പിരിച്ചുവിടുക എന്നുള്ള ആവശ്യമായിരുന്നു രീതിയിൽ പ്രതിഷേധം ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്തു നിന്ന്.